എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി എന്തില്ല? ഒരു യാഗവും. എബ്രായ ലേഖനം 10-ാം അധ്യായം 1 മുതൽ പഠിച്ചു വരുമ്പോൾ അതൊക്കെ കാണാൻ കഴിയാതെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ആ 10-ാം അധ്യായം ഈ സബ്ജക്റ്റ് കേൾക്കുന്നവരൊന്ന് വായിച്ച് പഠിച്ചാൽ മനോഹരമായിരിക്കും. അപ്പം യേശുക്രിസ്തുവാകുന്ന ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി യാഗമായി അറുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനി വേറൊരു യാഗമില്ല. ആ കർത്താവിലൂടെയുള്ള രക്ഷ പ്രാപിച്ചവന് ഇനിയൊരു യാഗമില്ല, ഇനിയൊരു രക്ഷയുടെ വഴിയില്ല, ഇനിയൊരു വാതിലില്ല. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത്, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. അപ്പം മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് എന്തുണ്ട്? മരണശിക്ഷ. 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നു. അതുപോലെ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവനെ കുറിച്ചായി പറയുന്നത്, ദൈവപുത്രനെ ചവിട്ടിക്കളയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവർ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. അപ്പം മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷയുണ്ട്, കർത്താവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവനും ശിക്ഷയുണ്ട്. ഇത് തരം തിരിച്ച് മനസ്സിലാക്കണം, എല്ലാം കൂടി ഇട്ട് അവിയൽ പോലെ ഇട്ട് പഠിക്കാതെ. മോശയുടെ പ്രമാണം ഏത്, ക്രിസ്തുവിൻ്റെ പ്രമാണം ഏതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ പ്രമാണം സഭയെ ഉപദേശിച്ച് നടത്തണമെന്നുള്ളതാണ് ദൈവഹിതം. അത് സാത്താൻ അത് മറിച്ചിട്ടിരിക്കുക. ഇന്നത്തെ പ്രോസ്പെരിറ്റിക്കാരും ഇന്നത്തെ പാരമ്പര്യബന്ധക്കാരും എല്ലാം കൂടി ഈ പ്രമാണത്തെ തകിട മറിച്ചിട്ടിരിക്കുക. എന്നാൽ ഇന്ന് ഈ ഡിസംബർ മാസം 2024 1-ാം തീയതി വളരെ വ്യക്തമായി, വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷയുണ്ട്, കർത്താവിൻ്റെ പ്രമാണം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവനും ശിക്ഷയുണ്ട്. യാതൊരു മാറ്റവും ഇല്ല, അതിന് ഒരു ഒഴിയഴിവുമില്ല. യുദ്ധക്കൊതിനായ പുടിൻ ഒരു കുരിശിനെ മുത്തുന്നൊരു ഭാഗം ഞാൻ കാണാനിടയായിരുന്നു. കുരിശ് മുത്തിക്കൊണ്ടൊന്നും ശിക്ഷാവിധിയിൽ നിന്നും ഒഴിവില്ല. രക്തദാഹിയായ പുടിനും അതുപോലെ ഇന്ന് പല രാഷ്ട്രത്തലവന്മാരും രക്തദാഹികളാണ്. അവർക്ക് രക്തത്തിൻ്റെ രൂക്ഷമായ ഗന്ധവും ആ നിറമൊക്കെ കണ്ടാലേ അവർക്ക് സ്വസ്ഥതയുണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർ യുദ്ധക്കൊതിയന്മാരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കില്ലേ. ഇവരെല്ലാം ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. ഏതു മനുഷ്യനും അവനവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കവണ്ണം ശിക്ഷ ദൈവത്തിൽ നിന്ന് ഉറപ്പ്. ഇത് നാം നന്നായിട്ട് മനസ്സിലാക്കണം. ശുശ്രൂഷന്മാരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും പ്രസംഗിച്ച് നീ നിന്നെ സൂക്ഷിക്കാൻ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അല്ലെങ്കിൽ നിനക്കും ഇല്ല രക്ഷ, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കും ഇല്ല രക്ഷ. 2 കൂട്ടരും ശിക്ഷാവിധിയിൽ അകപ്പെടും, ഉറപ്പ്. ആൾക്കാർ വിചാരിച്ചിരിക്കുക പുസ്തകം തുറന്നു വെച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ മതി, കുഴപ്പമൊന്നുമില്ലെന്ന്. അതൊക്കെ പണ്ടത്തെ കാലമായിരുന്നു. ഇപ്പോൾ ഉള്ള കാലത്തിൽ അതൊന്നും നടക്കില്ല. ഈ സോഷ്യൽ മീഡിയയും ഈ വാട്സപ്പും ഈ ടെലഗ്രാമും ഈ യൂട്യൂബും ഒക്കെ കിടക്കുന്നിടത്തോളം കാലം ഒരു വാക്ക് പിഴച്ചാൽ അത് ലോകം മുഴുവൻ അറിയുകയും അതിൻ്റെ പരിഹാസവും അതിൻ്റെ കമൻറ്റുകളും രൂക്ഷമായിട്ടുള്ളത് നമ്മളെ ഏറ്റുവാങ്ങേണ്ടി വരും. ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ശുശ്രൂഷകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വാക്കുകൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾ പ്രസംഗിക്കുന്നതായിരിക്കണം. വായി തോന്നുന്നത് പറയരുത്, വിടുവായിത്തരം പറയരുത്. വേദപുസ്തകം പ്രസംഗിക്കാൻ അറിയില്ലെങ്കിൽ പഴയ പണിക്ക് പോകണമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പണ്ടത്തെ പണി എന്താ? ഇന്നത്തെ ഇന്റർനാഷണൽ പ്രാസംഗികൻ ഒരുത്തൻ ചിട്ടി കമ്പനി നടത്തിക്കൊണ്ടിരുന്നവർ, പിന്നെ വേറൊരുത്തനോ കറ കമ്പനി നടത്തിക്കൊണ്ടിരുന്നവർ, വേറൊരുത്തനോ വാടക്കട നടത്തിക്കൊണ്ടിരുന്നവർ, വേറൊരാളോ ആൾക്കാരെ ചതിക്കുകയും പറ്റിക്കുകയും ചെയ്ത് റിയൽ എസ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരുന്നവർ. ഇവരെല്ലാം കൂടി ഇന്ന് ആത്മീയ കുളത്തിൽ കയറി വന്നിരിക്കുക. അതാ ഇവിടെ സംഭവിച്ചത്. എഫേസ്യ ലേഖനം 4-ന്റെ 11-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി,
ചിലർ ഇടയന്മാരായി, ചിലർ ഉപദേഷ്ടാക്കന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷ വൃന്ദങ്ങൾ ഇന്നത്തെ ആത്മീയ കോളത്തിൽ ഇല്ല ദൈവമക്കളെ. നാടൻ ഭാഷയിൽ പറഞ്ഞ അണ്ടനും അടകോടനും എല്ലാം കയറി ഞെരങ്ങുന്ന ഒരു അനുഭവമായി ഇന്നത്തെ ആത്മീയ കോളം തീർന്നിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെ വിളിച്ചു പറയുന്നത്. സ്തോത്രം. ലോകത്തിൽ ഒരു മനുഷ്യനും പറയാൻ അറയ്ക്കുന്ന ഈ വൃത്തികെട്ട ഭാഷകൾ പ്രസംഗപീഠത്തിന്റെ മുമ്പിൽ ഇരുന്ന് പല്ലു വിളിച്ചു പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, എവരിലെ ഭരിക്കുന്ന ആത്മാവ് ഏതാണെന്ന്, എവരിലൂടെ സംസാരിക്കുന്ന പിശാച് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒഴിഞ്ഞു പോയില്ലെങ്കിൽ എന്തോ പറ്റും? അബദ്ധത്തിൽ ചെറിയാണ്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ ഓരോരോ കാലഘട്ടങ്ങളിലും ഡിസ്പെൻസേഷൻ യുഗങ്ങൾ, ഓരോരോ യുഗങ്ങളിലും ദൈവം കൊടുക്കുന്ന കൽപ്പനകൾ അനുസരിക്കാത്തവർക്ക് എന്തുണ്ട്? ശിക്ഷ ഉറപ്പാണ്. അതാണ് എബ്രായലേഖനം 1:1 പഠിച്ച ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഭാഗമായി വിവിധങ്ങളായി യുഗങ്ങളായി കാലഘട്ടങ്ങളായി ദൈവം അരുളപ്പാടുകൾ കൊടുത്തു. ആ അരുളപ്പാടുകൾ ഏറ്റുവാങ്ങിയ ആ കാലഘട്ടത്തിലെ ആ യുഗങ്ങളിലെ ജനം എന്ത് ചെയ്യണം? അതനുസരിക്കണം. നിഷ്പാപയുഗത്തിൽ ദൈവം കൊടുത്ത കൽപ്പന എന്തായിരുന്നു? എല്ലാ വൃക്ഷഫലത്തിൻ്റെയും ഏദൻ തോട്ടത്തില് നിങ്ങൾക്ക് തിന്നാം, നടുവിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. കൃത്യമായിട്ട് കൊടുത്തു. അവരത് തിന്നു. ആ നിഷ്പാപയുഗത്തിൽ ശിക്ഷയേറ്റ് മനോഹരമായൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് ഞാൻ കേട്ട് അതിശയിച്ചു പോയി. ആദാമിനെ അവനെ ഉണ്ടാക്കി ദൈവം കൊണ്ടുപോയി ആദാമിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ കാപ്പാനും അതിനെ സംരക്ഷിക്കാനായിട്ട് ആക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു എല്ലാ വൃക്ഷഫലങ്ങളും ഒരു വൃക്ഷം ഒഴിയാൻ ബാക്കി എല്ലാ വൃക്ഷത്തിന്റെ ഫലങ്ങൾ എന്ത് ചെയ്യാം? വല്ലവരുമൊക്കെ ഈ പാണ്ടികളൊക്കെ വിഷമടിച്ചു കൊണ്ടുവരുന്ന ആപ്പിളും മുന്തിരിങ്ങയും വടക്കേന്ത്യക്കാരൊക്കെ കൊണ്ടുവന്ന് ഇവിടെയും മേടിച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് എന്ത് ചെയ്യാം? ഉപ്പിലും മഞ്ഞളിലും ഒക്കെ ഇട്ട് മണിക്കൂറുകളാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അതിന്റെ വിഷം ഇറങ്ങില്ല. ചെറിയ തോതിൽ നമ്മുടെ ഉള്ളിൽ പോവുക ഉറപ്പാ. എന്നാൽ ഏദൻ തോട്ടത്തിൽ ഇതുവല്ല ഉണ്ടായിരുന്നോ? നല്ല പ്യുവർ ഫ്രൂട്ട്സ് അല്ലേ? ആ മനോഹരമായ തോട്ടത്തെ കാത്തു സൂക്ഷിച്ച് അവിടുത്തെ വൃക്ഷഫലം ആ ഫലവാദികൾ ഭക്ഷിച്ച് നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ആയിരിക്കേണ്ടവര് സാത്താന്റെ വാക്ക് കേട്ട് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ആ ചതി കേട്ടപ്പോൾ അവർ തെറ്റിപ്പോയപ്പോൾ ദൈവം എന്ത് ചെയ്തു? തോട്ടത്തെ സൂക്ഷിക്കാനും തോട്ടത്തെ സംരക്ഷിക്കാനും തോട്ടത്തിലെ നന്മകൾ അനുഭവിക്കാനും ആക്കി വെച്ച അതേ ദൈവം തെറ്റ് ചെയ്തപ്പോൾ, അരുത് എന്ന് പറഞ്ഞത് ചെയ്തപ്പോൾ എന്ത് പറ്റി? തോട്ടത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കി. എൻ്റെ ഒരു പ്രസംഗ ശൈലിയാ അത്. അകത്താക്കിയ ദൈവം എന്ത് ചെയ്തു? അടിച്ച് പുറത്താക്കി. ഇത് നമുക്കൊരു ദൂത. ദൈവമക്കൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ പുറത്താക്കി കളയും ദൈവം. പിന്നെ കിടന്ന് കയ്യും കാലിട്ട് അടിച്ചിട്ട് കഥയില്ല. ഏശാവ് അവകാശം നഷ്ടപ്പെടുത്തിയതിന് ശേഷം പൗലോസ് പറയുന്നത്, കരഞ്ഞപേക്ഷിച്ചിട്ടും മാനസാന്തരത്തിന് ഇടകളില്ലാതെ എന്ത് ചെയ്തു? തള്ളപ്പെട്ടു പോയെന്നാണ് എബ്രായലേഖനം പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റി, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, ഉപദേശങ്ങൾ, വചനവെളിപ്പാടുകൾ അത് അള്ളിക്കളഞ്ഞാൽ എന്താ പറ്റും? പിന്നെ അതൊരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് എന്നെ ഈ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വിലപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പദവി, പുതിയ നിയമസഭയുടെ വിശ്വാസി ആരാണെന്നാ പൗലോസ് പഠിപ്പിച്ചത്? എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 3:6 പെട്ടെന്ന് വായിച്ചേ. ജാതികൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ. കണ്ടോ? അതാണ് നമ്മുടെ അവസ്ഥ. ക്രിസ്തുവിന്റെ ശരീരമാണ് നമ്മള്. യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശം ലഭിക്കേണ്ടവരാ നമ്മള്. വാഗ്ദത്തത്തിൽ പങ്കാളികളാ നമ്മള്. യേശുക്രിസ്തുവിന് കിട്ടിയ ഉയർപ്പ് നമുക്ക് കിട്ടും. യേശുക്രിസ്തുവിന് കിട്ടിയ രൂപാന്തരം നമുക്ക് കിട്ടും. യേശുക്രിസ്തുവിന് കിട്ടിയതുപോലെ ഒരു ആത്മശരീരം ദൈവം നമുക്ക് തരും. പ്രിയമുള്ളവരെ, ഇന്നതാകുന്നു ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ
അപ്പൊ യേശുക്രിസ്തുവിന് കിട്ടിയ രൂപാന്തര ശരീരം കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ശരീരമായിട്ടാണ് കർത്താവ് നമ്മളെ ഇപ്പൊ പുതിയ നിയമസഭയെ കണ്ടിരിക്കുന്നത്. ഈ വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട് നാം ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് വിശുദ്ധമായി ദൈവവചന വ്യവസ്ഥപ്രകാരം നമ്മൾ ജീവിച്ചില്ലെങ്കിൽ എന്തോ പറ്റും? ക്രിസ്തുവിന്റെ ശരീരം എന്നുള്ളതൊക്കെ സാത്താന്റെ ശരീരമായി പോകും. ക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ളത് സാത്താന്റെ മണവാട്ടി ആയിപ്പോയി. ഇത് ക്രിസ്തുവിന്റെ മണവാട്ടി ആയിപ്പോയി. നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരം എന്നുള്ളത് മാറിയിട്ട് സാത്താൻ വസിക്കുന്ന ഒരു മന്ദിരമായി നമ്മൾ തീരും. അതാ ഇവിടുത്തെ വിഷയം. അത് വളരെ ഗഹനമായിട്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാണ്. നമുക്കൊരു പ്രമാണം തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രമാണം അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ പ്രമാണം അനുസരിച്ചില്ലെങ്കിൽ സാത്താൻ നമ്മുടെ മേൽ തേർവാഴ്ച നടത്തും. അത് ഉറപ്പാ. ഞാനത് മനസ്സിലാക്കാനായിട്ട് 10-30 വർഷം എടുത്തു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു വലിയ ദുരന്തം. എന്നാൽ ഇപ്പോഴും ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് ധൈര്യമായിട്ട് പറയുന്നു. നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയുടെ അവയവമാക്കി കർത്താവ് വെച്ചിരിക്കുക. നമ്മളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു നിർമ്മല കന്യകയാക്കി ദൈവം വെച്ചിരിക്കുക. നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാക്കി ദൈവം വെച്ചിരിക്കുക. ഈ 3 അവസ്ഥകൾക്ക് വ്യത്യാസം നമുക്ക് വരുത്താൻ കഴിയും. നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറി പാപം ചെയ്ത് അന്യപ്പെട്ടു പോകാൻ നമുക്ക് കഴിയും. അങ്ങനെ അന്യപ്പെട്ടു പോയാൽ പിന്നെ നമ്മുടെ ആത്മരക്ഷ എന്നുള്ളത് അവതാളത്തിലാണെന്ന് വളരെ വ്യക്തമായി കൃത്യമായി ഇന്ന് പൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, അടുത്ത വാക്യം വായിക്കാം. 3-ാം വാക്യം, എബ്രായർ 2:3. ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. അടുത്ത് ദൈവം അടയാളങ്ങളാലും, കാനാവിലെ കല്യാണത്തിൽ ദൈവം അടയാളങ്ങളാൽ യേശുക്രിസ്തു ചെയ്തതിനൊക്കെ അത്ഭുതം ചെയ്തു എന്ന് അവിടെ എഴുതിയിരിക്കുക. ആ വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് എങ്ങനെ തെറ്റിയൊഴിയും എന്നാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തിലെ ഗോൾഡൻ വാക്കുകളായിട്ട് ഈ വാക്യം നമുക്ക് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. എബ്രായ ലേഖനം 2:1, 1-1, 2-1, 2, 3, 4 വാക്യങ്ങൾ എബ്രായ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങൾ. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ വിശ്വാസികൾ ഭൂമിയിൽ വളരെ കുറവാണ്. കാരണം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലായി ഈ പറയുന്നതൊക്കെ ചുമ്മാ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെന്താണ് പൗലോസ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഏദൻ പൂങ്കാവനത്തിൽ ആക്കി വെച്ച മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അവനെ ശിക്ഷിച്ചു. അതുപോലെ എല്ലാ യുഗങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം കൊടുത്തിരിക്കുന്ന വ്യവസ്ഥിതി തെറ്റിക്കുന്നവർക്ക് ശിക്ഷയുണ്ട്, അവർക്ക് ന്യായവിധിയുണ്ട്, അവർക്ക് തെറ്റിയൊഴിയാൻ പറ്റത്തില്ല, അവർക്ക് രക്ഷപ്പെടാൻ പഴുതുകളില്ല. ഇത് മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇന്ന് മുഴുവൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാ മാതാ തഥാ പുത്രി എന്ന് പറഞ്ഞ പോലെ നടത്തുന്നവർ പാപം ചെയ്യുകയാണെങ്കിൽ പിന്നെ നടത്തപ്പെടുന്ന വിശ്വാസികളും പാപം ചെയ്യാനും പിന്നെ എന്താ അവർ ചെയ്യുന്നത്? സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നതിൻ്റെ സാരാംശം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. കർത്താവ് ഇവിടെ പറഞ്ഞു തുടങ്ങി. ഗലീല നാട്ടിൽ വന്ന് ഗലീല കടപ്പുറത്തും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും കർത്താവ് നടന്ന് കർത്താവ് വചനം പഠിപ്പിച്ചു. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞതൊക്കെയും അവരെ പറഞ്ഞു പഠിപ്പിച്ചു. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ചിലർ പറയുന്നത് യേശു കർത്താവ് പറഞ്ഞതേ ഞങ്ങൾ വിശ്വസിക്കുമെന്ന്.
യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള പറഞ്ഞത് തെറ്റില്ല, പക്ഷെ നല്ലതാണ്. യേശു കർത്താവ് പറഞ്ഞത് ആര് മുഖാന്തരം നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയേ? കർത്താവിന്റെ ശിഷ്യന്മാർ മുഖാന്തരം. യേശു കർത്താവ് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നോ? പ്രിയപ്പെട്ടവരോടെ ഉണ്ടായിരുന്നോ? ഇല്ല. അത് ഏറ്റുവാങ്ങിയ ഒരു ജനതയുണ്ട്, ഏറ്റുവാങ്ങിയ ഒരു ശിഷ്യഗണങ്ങളുണ്ട്. അതാണ് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞ തുമ്പും അതിനെക്കുറിച്ച് ഒരു വെളിവില്ലാത്ത കുറേ സഹോദരന്മാരെ എനിക്കറിയാം. എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട് പലരും. അത് ഇന്നും അവർക്ക് മനസ്സിലായിട്ടില്ല, പിടികിട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞ. കർത്താവ് അവരോട് ഡയറക്റ്റായിട്ട് പറഞ്ഞെന്നാ? ഇല്ല, കർത്താവ് പറഞ്ഞത് അപ്പോസ്തലന്മാരോടിയാ. നീ എനിക്ക് തന്ന വചനം ഞാനവർക്ക്, നിന്റെ വചനം ഞാനവർക്ക്, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് അവരെ വചനം പരമേൽപ്പിച്ച നിങ്ങളെ അല്ല. നിങ്ങൾ നിങ്ങളുടെ 20 തലമുറയെങ്കിലും കുറഞ്ഞ പക്ഷം അന്നും ഇല്ലായിരുന്നു. ആ വചനം ഏറ്റുവാങ്ങിയവർ നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ കർത്താവിനെ അനുസരിക്കാതിരിക്കുന്നതിന് തുല്യമാണെന്ന് ഭക്തന്മാരെ അത് മനസ്സിലാക്കുക. കുഴഞ്ഞ് അവസാനം നശിച്ച് നാമാവിശേഷമായി പോകും. അപ്പോസ്തലന്മാരുടെ ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. 1 കൊരിന്ത്യർ 14:37 നീ പ്രവാചകനായിരിക്കാം, ആത്മീകനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനകളാ, അത് ഉപദേശങ്ങളാ. അത് ചക്കും ചുക്കും അറിഞ്ഞുകൂടാത്ത ഈ പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരെ കർത്താവ് തെരഞ്ഞെടുത്ത് അവരെ പഠിപ്പിച്ച് അവർ പലതുമൊക്കെ മറന്നുപോയി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പറയാതെ വിട്ടത്, പഠിപ്പിക്കാതെ വിട്ടത് പഠിപ്പിക്കുകയും പറഞ്ഞത് മറന്നുപോയത് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവര് നമുക്ക് എഴുതി തന്നിരിക്കുന്ന ഈ വിശുദ്ധ പ്രമാണം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ്, ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ഇത് ഞാനും നീയും അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് നിന്നെ വേണ്ട. ദൈവത്തിന് വേണ്ടെങ്കിൽ പിന്നെ ഒരുത്തൻ അപ്പുറത്ത് കിടപ്പുണ്ട്, അവന് നിന്നെ വേണം താനും. അവൻ നിന്റെ ഇടപാടും തീർക്കും അതോടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരത് പരിജ്ഞാനത്തോടെ മനസ്സിലാക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും കാനാവിലെ കല്യാണത്തിലാണ് ആദ്യത്തെ അത്ഭുതം കർത്താവ് ചെയ്യുന്നത്. എന്തിനാണ് അത്ഭുതം കർത്താവ് ചെയ്തത്? ഈ നിൽക്കുന്ന യേശു മശികയാണെന്നും ദൈവത്തിൻ്റെ പുത്രനാണെന്നും ജനം വിശ്വസിക്കണം. അതിനുവേണ്ടി അത്ഭുതം ചെയ്തത്. ഇന്ന് അത്ഭുതം ചെയ്തത് വീഴ്ച വീർപ്പിക്കാനാ. എങ്ങാണ്ട് ഒരു അത്ഭുതം ചെകുത്താൻ ചെയ്തെന്ന് വെച്ച് അതും പറഞ്ഞ് പണപ്പിരി പടത്തുക ഇന്ന് പലരും. ഞാൻ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടത്. അല്ല, കർത്താവ് അത്ഭുതം ചെയ്തത് താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനാ, താൻ ഇസ്രായേൽ മക്കളുടെ മശികയാണെന്ന് തെളിയിക്കാനാ, തന്നെ കർത്താവ് അയച്ച ദൈവത്തിൻ്റെ പുത്രനാണെന്ന് തെളിയിക്കാനാ. അത്ഭുതം അതിനു വേണ്ടിയാണ് ചെയ്തത്. ഇന്നത്തെ ഈ ചപ്പടി വിദ്യക്കാർ ചെയ്യുന്ന പോലെയല്ല. പ്രിയ ദൈവമക്കളെ, അത് മനസ്സിലാക്കണം. കർത്താവ് എവിടെയെങ്കിലും ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ദൈവോദ്ദേശം ഉണ്ടാകും. കർത്താവ് അത്ഭുതം ചെയ്യുന്നത് പോലെ തന്നെ പിശാചു എന്ത് ചെയ്യും? അത്ഭുതം ചെയ്യും. പിശാചിന്റെ പ്രവൃത്തി ഏത്, ദൈവത്തിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാരെ കൊണ്ട് ഭൂമി നിറഞ്ഞു കിടക്കുകയെന്ന്. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാവ് 5:20 പെട്ടെന്ന് വായിച്ചേ. പുസ്തകം ഇല്ലല്ലേ? യെശയ്യാവ് 5:20 ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ഗോൾഡൻ വാക്യമാണത്. അത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വാക്യമാണ്. സ്തോത്രം. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. നന്മയ്ക്ക് തിന്മയെന്നും തിന്മയ്ക്ക് നന്മയെന്ന് പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടാക്കുകയും കയ്പിനെ മധുരമെന്നും മധുരത്തെ കയ്പെന്ന് പറയുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. തിന്മ പറഞ്ഞിട്ട് അത് നന്മയാണെന്ന് പറയുക, നന്മ പറഞ്ഞിട്ട് അത് തിന്മയാണെന്ന് പറയുക. ഇരുട്ടിനെ വെളിച്ചമെന്ന് പറയും, വെളിച്ചത്തെ ഇരുട്ടാക്കുക. കയ്പിനെ മധുരം, മധുരത്തിന് കയ്പും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടാ പറഞ്ഞ് തുമ്പും ബോധമില്ലാതെ ഓരോ പ്രസ്താവന ഇറക്കിയിട്ട് ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന് പറയുന്ന പ്രോസ്പെറിറ്റിക്കാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അല്ല, എന്താ പറയുന്നത്? നന്മയ്ക്ക് നന്മയെന്ന് പറയുക, തിന്മയ്ക്ക് തിന്മയെന്ന് പറയുക, ഇരുട്ട് ഇരുട്ടാണെന്ന് പറയുക, വെളിച്ചം വെളിച്ചമാണെന്ന് പറയുക, കയ്പ് കയ്പാണെന്ന് പറയുക, കയ്പിന് മധുരമാണെന്ന് പറഞ്ഞ് ആൾക്കാർക്ക് വാരി കോരി കൊടുത്ത് തീറ്റിച്ചിട്ട്
അവസാനം ഒരു നരകത്തിൽ പോയി വീണ് കഴിഞ്ഞിട്ട് അയ്യോ ഇത് കയ്പായിരുന്നല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് എന്താ വല്ല ഗുണമുണ്ടോ അവിടെ നിന്ന്? ഞാൻ സാധാരണ അതിന് പറയാറുള്ളത്, ധനവാൻ യാതനാ സ്ഥലത്ത് വീണിട്ട് അവനെ രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടോ? ഉണ്ടായോ? ഇല്ല. അവൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല. ഒന്നാമത്തെ ആഗ്രഹം ഒരു തുള്ളി വെള്ളം വേണം, അതും കിട്ടിയില്ല. പിന്നെ രണ്ടാമത് എന്തായിരുന്നു? സഹോദരന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലാസറിനെ അങ്ങോട്ടൊന്ന്, അതും നടന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇതൊക്കെ വളരെ ഗഹനമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളും നമുക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന സന്ദർഭങ്ങളും അതിൻ്റെതായ നിലയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് മടങ്ങി വരാൻ ഒരിക്കലും കഴിയില്ല. സാത്താൻ്റെ അവകാശത്തിലേക്ക് അവൻ നമ്മളെ വലിച്ചു കൊണ്ടുപോയി ചവിട്ടി കൂട്ടി നരകത്തിൽ കൊണ്ടെത്തള്ളു. ഒരു പഴുതുമില്ല രക്ഷപ്പെടാൻ. എൻ്റെ വാട്സപ്പിലൂടെ ശ്രദ്ധിക്കുന്ന, യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന അനേകരുണ്ട്. പലരും വിളിച്ചെന്നോട് പല കാര്യങ്ങൾ പറയാറുണ്ട്. ഇവരെല്ലാം കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഉപദേശം കേൾക്കാനുള്ള അവസര യൂട്യൂബിലൂടെ അനേകർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുക. ഇത് കേട്ടനുസരിച്ച് ജീവിച്ച് കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടകന്മാരുടെയും പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടത്തിൽ നമ്മളും എന്ത് ചെയ്യണം? ആയിത്തീരണം. ഹല്ലേലൂയ. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നു. 120 പേർ മർക്കോസിന്റെ മാളിക മുറിയിൽ ആയിരിക്കുമ്പോൾ അവർക്ക് എന്തുണ്ടായി? പരിശുദ്ധാത്മാവ് നൽകി കർത്താവ് അവരുടെ മധ്യത്തിൽ സാക്ഷിയായിട്ട് നിന്നു. എങ്ങനെ സാക്ഷിയായിട്ട് നിന്നു? അവരിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുരുടർക്ക് കാഴ്ച കൊടുത്തു, മുടന്തരെ നടക്കുമാറാക്കി. ഇതെല്ലാം യേശു കർത്താവിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും ദൈവം ചെയ്തു. ഇതൊക്കെ വചനത്തെ ഉറപ്പിക്കാനാണെന്ന് ഇവിടെ പൗലോസ് പറഞ്ഞു വരുന്നത്. വിവിധ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അവിടെ ഒരു തിരുത്തുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചിന്തിക്കണം. ഇത്ര വലിയ രക്ഷയുടെ വചനങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് വചനത്തെ ഉറപ്പിക്കാനാണ്. ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് ഗീശ കുറിപ്പിക്കാനാണ്, സാമ്രാജ്യം കെട്ടിപ്പോക്കാനാണ്, സംഘടന കെട്ടിപ്പോക്കാനാണ്, ജഡീകന്മാരായിരുന്നു സൂഹിക്കാൻ, ലോകസുഖങ്ങൾ അനുഭവിക്കാനാണ്. എനിക്കറിയാം, ക്യാൻസർ പോയി, അത് പോയി, ഇത് പോയി എന്നൊക്കെ പറയണമെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പെട്ടിക്കുള്ളിൽ കയറി ചരിത്രങ്ങൾ ഒട്ടനവധിയാണ്. ദൈവത്തിൻ്റെ അത്ഭുതമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സ്വാഭാവിക മരണത്തിലേക്ക് ആ വ്യക്തി പോകത്തുള്ളൂ. എന്നാൽ വ്യാജ അത്ഭുതങ്ങൾ നിലനിൽക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ചീട്ട് കീറി കൊടുക്കും ദൈവം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയയുടെ അത്ഭുതങ്ങളുടെ പുറകെ നമ്മൾ പോകരുത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, പാപിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തികൊത്ത് ഉപദേശം അനുസരിച്ച് ജീവിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിനേക്കാൾ വലിയൊരു അത്ഭുതം ഇല്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം? നമ്മളിപ്പോൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവന് സൗഖ്യം കിട്ടി. ക്യാൻസർ രോഗിയാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ രോഗങ്ങളാകട്ടെ, പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി. 50 വയസ്സുള്ളവൻ 60-65 വയസ്സായപ്പോൾ മരിച്ച് നരകത്തിലോട്ട് പോകും. അതേസമയത്ത് ആ വ്യക്തി രോഗിയാണെങ്കിലും അവൻ യേശു കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച് പുതുത്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകത്താൽ നിറയപ്പെട്ട് വിശുദ്ധ വേർപാടിലും ജീവിച്ച് ദൈവകൽപ്പന അനുസരിച്ച് അവൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി
കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിശുദ്ധിയോടെ നിർമ്മലോടെ ജീവിച്ച് കർത്താവിൻ്റെ രാജ്യത്ത് പോകാമെന്നുള്ള വലിയ പ്രത്യാശയോടെ താൻ കണ്ണുകൾ അടച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ രോഗിയാണെങ്കിലും കുഴപ്പമില്ല, അവൻ കർത്താവിൻ്റെ വരവിൽ രോഗമില്ലാത്തൊരു ശരീരത്തോടെ. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ മരണമില്ല, കണ്ണീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല, ഈ 5 അനുഭവങ്ങളില്ലാത്ത ഒരു ശരീരത്തോടെ, പുതുപുത്തൻ രൂപാന്തര ശരീരത്തോടെ അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുവാനിടയായിത്തീരും. അതാ ഏറ്റവും വലിയ അത്ഭുതം. ഈ ഭൂമിയിലെ ജീവിതം എത്ര വർഷമാണ്? ഏറെ ആയാൽ 70-80 സംവത്സരം. അത് തീരുമ്പോൾ ഞങ്ങൾ പറന്നു പോകുന്നു എന്നാ പറയുന്നത്. എങ്ങോട്ട് പറന്നു പോകുന്നു എന്ന് ആരും പറയാറില്ല. പറന്നു പോകുന്നു എന്ന് പറയും. ഞങ്ങൾ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, നിത്യതയിലേക്ക്, വെയ്യൂല തീരത്തിലേക്ക് പോയി എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് വരുത്താൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. പറന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ വല്ലയിടത്തൊക്കെ ആയിട്ടായിരിക്കും പറന്നു പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ വചനങ്ങളെ വളരെ ശ്രദ്ധയോടെ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിമൊഴിയും? ഈ രക്ഷയുടെ വചനങ്ങൾ, രക്ഷയുടെ ഉപദേശങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം, അതാണ് രക്ഷയുടെ വചനം. അതാണ് നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്ന വചനങ്ങൾ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. തീത്തോസ് 2:1. പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. മതി. പഥ്യോപദേശത്തിന് ചേരുന്നത് വേണം പറയാം. എല്ലാം കൂടി പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല. ചേരാത്തതൊന്നും പറയരുത്. എന്തോ ചേരാത്തതൊന്നും പറയാൻ പാടില്ല. അടുത്ത തീത്തോസിന്റെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലുമൊക്കെ ചില പഥ്യവചനത്തെ ഉറപ്പിക്കുന്നതായ ചില വേദഭാഗങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം. 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ചാട്ട്. 9-ാമത്തെ വാക്യം. പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. ഇനി 2-ന്റെ-7-ാം വാക്യം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അടുത്ത് ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കും. തീത്തോസിന് കൊടുക്കുന്ന ശക്തമായ ചില പ്രബോധനങ്ങളാണ് പൗലോസ്. 1 തീമോഥെയോസ്, 2 തീമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ. ഈ ലേഖനങ്ങൾ ഇടയലേഖനങ്ങൾ എന്നറിയപ്പെടും. ഇടയന്മാർക്ക് വേണ്ടിയുള്ള ലേഖനങ്ങൾ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതിലൊരു വാക്യം പോലും ഇടയന്മാര് അധികമൊന്നും പ്രസ്താവിക്കാറില്ല. കാരണം ഇത് ഉപദേശമാണ്. എങ്ങനെ സഭയെ ഉപദേശം പഠിപ്പിക്കണമെന്ന് ഇടയന്മാരെ പൗലോസ് പഠിപ്പിക്കുക. ഇപ്പം ഇനി ചില മാന്യന്മാർ പറയുന്നത് അത് തീത്തോസിനോടും തിമോഥെയോസിനോടും ഫിലമോനോടും പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മളോടല്ലെന്നാ പറയുന്നത്. അങ്ങനെ പറയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. കാരണം അത്ര ബോധം കെട്ട അവസ്ഥയിൽ കഴിയുന്നവരോട് എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഈ രക്ഷയുടെ വചനമെന്നുള്ളത് അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന ശക്തമായ ഉപദേശത്തിൻ്റെ വചനങ്ങളാണ്. അത് പഥ്യവചനമാണ്, അത് പഥ്യോപദേശമാണ്.
നീ നിന്നെ സൂക്ഷിക്കാൻ ഉപദേശിച്ച് സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവരായി നിൽപ്പാൻ ശ്രമിക്കുക. അപ്പൊ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന വചനമാണ് നമ്മൾ ഇന്ന് പൽക്കാലം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗണ്യമാക്കാതെ പോയാൽ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് നമുക്കൊരിക്കലും തെറ്റി ഒഴിയുവാൻ കഴിയത്തില്ലെന്ന് ഇന്ന് പൽക്കാലം നന്നായിട്ട് മനസ്സിലാകും.